കൂടുതൽ വിവരങ്ങളുമായി വിവേക് ചേരുന്നുണ്ട്. വിവേക്, ഇന്ന് നിർണായക തീരുമാനമാണ് കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതും. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തികച്ചും നാടകീയമായ സംഭവ വികാസങ്ങളിലൂടെയാണ് ഇന്നത്തെ കോർപ്പറേഷൻ കൌൺസിൽ യോഗം തുടങ്ങിയത്. അതായത് ഇന്ന് വി രാജേഷ്, അതായത് നമ്മുടെ മേയർ വി രാജേഷ് ഇന്ന് വന്നതും വാഴകോട്ടുകോണം വാർഡ് കൌൺസിലറിന്റെ അവധി അപേക്ഷ അംഗീകരിക്കുകയും ചെയ്തു. അത് മാത്രമല്ല, ഇന്ന് 51 വോട്ടിന്റെ മെജോറിറ്റിയോടുകൂടിയാണ് ഇന്ന് ഇത് പാസ്സായതെന്ന് കൂടെ ഓർക്കണം. നമുക്കറിയാം 101 മെമ്പേഴ്സാണുള്ളത്. അതിനകത്ത് 51 പേരുടെ സപ്പോർട്ട് ഇന്നിവിടെ ബി.ജെ.പിക്ക് നയിച്ചു എന്നാണ്. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രതിപക്ഷ കൌൺസിലർമാർ, അതായത് UDF-ന്റെയും LDF-ന്റെയും പ്രതിപക്ഷ കൌൺസിലർമാർ പ്ലക്കാർഡുമായി ഇന്ന് കൌൺസിൽ യോഗത്തിൽ വന്നു. അവർ തുടക്കം മുതൽ തന്നെ അവർ പ്രതിഷേധിക്കുകയായിരുന്നു. നമുക്കറിയാം, അതായത് ആർ സുഗതനെ അയോഗ്യനാക്കണം എന്നുള്ളത് തന്നെയാണ് അവരുടെ പ്രധാനമായിട്ടുള്ളൊരു ഡിമാൻഡ്. അത് തന്നെയാണ് അവർ തുടക്കം മുതൽ അവർ പറഞ്ഞതും. അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു അവധി അപേക്ഷ, അതായത് മേയർക്ക് അംഗീകരിക്കാനുള്ള ഒരു ലീഗൽ സ്റ്റാൻഡിംഗ് അതില്ല. അത് മാത്രമല്ല, മേയർ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. അതായത് ആഭ്യന്തര വകുപ്പ് ഇറക്കിയ സർക്കുലർ, അതായത് ഇങ്ങനെ ഒരു അവധി അപേക്ഷ അംഗീകരിക്കാനുള്ള എല്ലാ അധികാരവും കോർപ്പറേഷന് നൽകിയിട്ടുണ്ട്. അതും പിന്നെ ആർ സുധീഷ്, പൗട്ടിക്കോണം കൌൺസിലറായ ആർ സുധീഷിന്റെ ഒരു വോട്ടും കൂടെ കിട്ടിയപ്പോൾ തികച്ചും 51 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹത്തിന്റെ അവധി അപേക്ഷ, ആർ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിച്ചു, പാസ്സായി. അത് മാത്രമല്ല, ഇന്ന് 6 അജണ്ടകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ 6 അജണ്ടകൾ പാസ്സാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്ന് നടന്ന സംഭവ വികാസങ്ങൾ നമ്മൾ തുടക്കം മുതൽ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം, എല്ലാം വളരെ ഒരു പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് നടന്നത്. അതായത് ആദ്യം തന്നെ കോർപ്പറേഷൻ, അതായത് തിരുവനന്തപുരം നഗരസഭാ കാര്യാലയത്തിന്റെ ഒരു റിനോവേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ലൈഡ് ഇന്നിവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അതിനകത്ത് ഒരു 300 കോടിയോളം ചെലവിൽ ഈ ഒരു കോർപ്പറേഷൻ ബിൽഡിംഗ് മാറ്റിപ്പണിയേണ്ട ആവശ്യകതയെക്കുറിച്ചും സംസാരിച്ചു. അതിന്റെ എല്ലാ പ്ലാനിങ്ങും, അതെങ്ങനെ ഉണ്ടാവണം, അതെങ്ങനെ വേണം, അടുത്ത 3 വർഷത്തിനുള്ളിൽ അതെങ്ങനെ സംഭവിക്കണം, അതിന്റെ ഒരു മാസ്റ്റർ പ്ലാനും കൂടെയായിരുന്നു ഇന്ന് അവതരിപ്പിച്ചത്. അതിനുശേഷമായിരുന്നു അജണ്ടകൾ, അതായത് 6 അജണ്ടകളായിരുന്നു ഇന്ന് പാസ്സാക്കിയത്. ആരോഗ്യം, പിന്നെ അതേപോലെ മറ്റു ചില എല്ലാ കാര്യങ്ങളുമായി 6 അജണ്ടകൾ വളരെ ക്ലിയറായി പാസ്സാക്കുകയും ചെയ്തു. അതിനുശേഷമായിരുന്നു ഈ വിഷയത്തിലേക്ക് CPM-ന്റെ കൌൺസിലർ ദീപക് ഈ വിഷയം ഉന്നയിച്ചു. അതിനുശേഷം ബാക്കി UDF-ന്റെ ശബരിനാഥും ബാക്കിയുള്ള അംഗങ്ങളും എങ്ങനെയാണ് ആർ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിക്കാനുള്ള യോഗ്യത അതെങ്ങനെ കിട്ടി, അതും പേർ ഉള്ള ഒരു തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ആർ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ നൽകിയത് വിവേകായിരുന്നു.